ഹായ്, ഞാൻ റാഷിദ്. ഇനിയിപ്പോ ആധാർ കാർഡ് ഉള്ള പോലാണ് എല്ലാവരും യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ആളുകൾ, ആധാർ കാർഡ് ഇല്ലാത്ത ആളുകൾ ഇല്ലാത്ത പോലെ ഞാനും തുടങ്ങി ഒരു ചാനൽ. നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ഉണ്ടാവണം എന്ന് തുടക്കം തന്നെ ആവശ്യപ്പെടുകയാണ്. കഥകൾ പറയാനും ചെറിയ ചെറിയ മോട്ടിവേഷണൽ ടിപ്സും തരാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ കൊണ്ടുദ്ദേശിക്കുന്നത്. കഥകൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. കഥകൾ ഇഷ്ടമില്ലാത്തവരാരുമില്ല. കഥകൾ കേൾക്കാനും കഥകൾ പറയാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ചില ആളുകൾ കഥകൾ ആസ്വദിക്കും, കഥകൾ കേട്ടിങ്ങനെ ആസ്വദിക്കും. ചിലവര് കഥകളിൽ ഉള്ള നല്ല നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളും. അത്തരത്തിൽ കഥകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്ന് കഥയല്ല, ഇന്നൊരു ചെറിയൊരു മോട്ടിവേഷണൽ ടോക്കാണ്. നമുക്ക് എല്ലാവർക്കും മക്കളെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മക്കളുടെ നോട്ടം, മക്കളുടെ കൂടെയുള്ള കളി, അതുപോലെ മക്കളുടെ ഉയർച്ചകളൊക്കെ നമുക്ക് വല്ലാത്ത ഇഷ്ടമാണ്. നമ്മൾ അതൊക്കെ ആസ്വദിക്കാറുണ്ട് എല്ലാവരും. മക്കളെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിലുള്ള ഒരു ചെറിയൊരു കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ കുട്ടികൾക്ക് മുമ്പിൽ ഏറ്റവും നല്ല റോൾ മോഡലായിട്ട് രക്ഷിതാവായി നമ്മൾ മാറുക എന്നുള്ളതാണ്. കുട്ടികളെ നമുക്ക് ഏത് രീതിയിലാണോ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഏത് പോയിന്റ് ആണോ അല്ലെങ്കിൽ ഏത് സ്വഭാവ ഗുണത്തിലാണോ നമ്മുടെ കുട്ടി വളരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് നമ്മൾ കുട്ടികളുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കുക എന്നുള്ളതാണ്. സത്യം മാത്രം പറയണം എന്ന് നമ്മൾ കുട്ടികളോട് പറയുകയാണെങ്കിൽ, രക്ഷിതാവായ നമ്മൾ സത്യം മാത്രമാണ് പറയുന്നത് എന്ന് നമ്മുടെ കുട്ടി കൃത്യമായിട്ട് കാണണം. വലിയവരെ ബഹുമാനിക്കണം എന്ന് നമ്മുടെ കുട്ടികളോട് നമ്മൾ പറയുകയാണെങ്കിൽ, ആ പറയുന്നത് നല്ല എഫക്റ്റീവ് ആവണമെങ്കിൽ വലിയവരെ മുതിർന്നവരൊക്കെ ബഹുമാനിക്കുന്ന ഒരു രക്ഷിതാവായിട്ട് നമ്മൾ മാറണം. ചെറിയ കുട്ടികളോട് സ്നേഹം കാണിക്കണം, കരുണ കാണിക്കണം, അവരെ ചേർത്ത് പിടിക്കണം എന്ന് നമ്മൾ കുട്ടികളോട് പറയുകയാണെങ്കിൽ, ആ രീതിയിൽ ചെയ്യുന്ന, അത് കാണിച്ചു കൊടുക്കുന്ന, ആ രീതിയിൽ ജീവിക്കുന്ന ഒരാളായിട്ട് നമ്മൾ മാറണം. കുട്ടികൾ അത് കണ്ടു പഠിക്കണം. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കിതിൽ കിട്ടും. ഇപ്പൊ ഒരച്ഛൻ വീട്ടിൽ നിന്ന് പറയാണ്, അവരവര് കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രം അവരവര് വൃത്തിയാക്കണമെന്ന് പറയാണ്. കുട്ടിയോട് ഇത് എല്ലാ ദിവസവും നമ്മൾ ഉപദേശിക്കുന്നുണ്ട്, അവരവര് കഴിച്ച പാത്രം അവരവര് തന്നെ കഴുകി വൃത്തിയാക്കണം. പക്ഷെ ഈ അച്ഛൻ പാത്രം കഴുകി വൃത്തിയാക്കുന്നത് ഈ കുട്ടി ഇന്നേവരെ കണ്ടിട്ടില്ല. അപ്പൊ ഒരു പക്ഷെ ആ കുട്ടി ഇത് അനുസരിക്കും, അച്ഛൻ കാണാൻ വേണ്ടി അനുസരിക്കുന്ന ഒരു രൂപത്തിലേക്ക് കുട്ടി മാറും. പക്ഷെ നേരെ മറിച്ച് അച്ഛൻ സ്വന്തം ഭക്ഷണം കഴിച്ച പാത്രം ഭക്ഷണം കഴിച്ചതിന് ശേഷം വൃത്തിയാക്കി കഴുകി എടുത്തു വെക്കുന്നതാണ് കുട്ടി കാണുന്നതെങ്കിൽ, അതിന്റെ കൂടെയാണ് കുട്ടിയോട് അച്ഛൻ ഇത് പറയുന്നതെങ്കിൽ, 100% കുട്ടി അല്ലെങ്കിൽ നല്ലൊരു ശതമാനം കുട്ടി ഈ ഒരു സ്വഭാവം, ഈ ഒരു ശീലം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ശ്രദ്ധിക്കും. പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഉദാഹരണം, ഉപ്പ എന്നും കുട്ടികളോട് നിസ്കാരത്തിനെ പറ്റി നല്ലപോലെ പറയുന്നവരാണ്. എപ്പോഴും രാത്രി വന്നതിനാൽ മഗ്‌രിബ് നിസ്കരിച്ചോ ഇശാ നിസ്കരിച്ചോ എന്ന് ഉപ്പ ചോദിക്കും. പക്ഷെ ഉപ്പ രാവിലെ സുബഹിക്ക് എഴുന്നേക്കാറില്ല, കുട്ടികളെ എഴുന്നേൽപ്പിക്കാറില്ല. ആ ഉപ്പ എത്ര കണ്ട് ഇശാവും മഗ്‌രിബും നിസ്കരിക്കാൻ വേണ്ടി കുട്ടികളെ സംസാരിക്കുന്നോ, അത് എഫക്റ്റ് ചെയ്യുന്നത് എത്രത്തോളം എന്നുള്ളത് സംശയമാണ്. ഏത് രീതിയിലും നമ്മൾ കുട്ടികൾക്ക് എന്താണോ റോൾ മോഡലായിട്ട് കൊടുക്കേണ്ടത്, അതാണ് കുട്ടികളിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് എഫക്റ്റീവായിട്ട് കിട്ടുക. നാളെ കുട്ടികള് രക്ഷിതാവായ നമ്മളോട് നല്ലപോലെ സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ രക്ഷിതാക്കളെടുത്ത് നമ്മൾ സ്നേഹത്തോടെയും വാത്സല്യത്തോടു കൂടി സംസാരിക്കുന്നതും ഇടപഴകുന്നതും നമ്മുടെ കുട്ടികൾ കണ്ടാൽ, നമ്മള് നിന്റെ രക്ഷിതാവിന്റെ അടുത്ത് നീ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അവരിത് കണ്ടുപഠിക്കുക എന്നുള്ളത് നല്ലൊരു ശീലമാണ്. അപ്പോ നമ്മൾ എന്താണോ നമ്മുടെ കുട്ടികൾക്കിടയിൽ കാണാൻ ആഗ്രഹിക്കുന്നത്, അത് കൃത്യമായിട്ട് കുട്ടികൾക്ക് നമ്മൾ അവരുടെ മുമ്പിൽ റോൾ മോഡലായിട്ട് മാറണം. മാറിയാൽ നമ്മുടെ കുട്ടികൾ ഏറ്റവും നല്ല രീതിയിലേക്ക് മാറി വരും. അതിൽ നല്ല മക്കളായി നമ്മുടെ കുട്ടികൾ വളരട്ടെ. നല്ല സ്നേഹമുള്ള, നല്ല അച്ചടക്കമുള്ള, നല്ല ബഹുമാനമുള്ള നല്ല മക്കളായി നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മുടെ മനസ്സിന്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ജീവിത ചുറ്റുപാടുകൾക്ക് ഇണങ്ങുന്ന മക്കളായി നമ്മുടെ മക്കൾ വളരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അടുത്ത നല്ലൊരു പോയിന്റുമായിട്ട് ഇൻഷാ അല്ലാഹ് വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് മറക്കരുത്. താങ്ക് യു.